ഹായ് ടുഡേയ്സ് വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേവ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ ക്രിസ്മസ് ആയിരുന്നു, മാർക്കറ്റ് അവധിയായിരുന്നു. അതിനുശേഷം ഇന്ന് വ്യാഴാഴ്ച ഓപ്പൺ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. 24-ാം തീയതി ബുധനാഴ്ച വൈകുന്നേരം 23,730 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് ഏതാണ്ട് 45 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് അപ്പിൽ 23,775 എന്ന ലെവലാണ്. എന്നാൽ ആദ്യത്തെ 5 മിനിറ്റ് ക്യാൻഡിൽ തന്നെ നല്ലൊരു ഉയരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 775 നിന്നും 841 എന്ന ലെവല്, ഏതാണ്ട് 65 പോയിൻറ്റിൻ്റെ ഉയരമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ചെറിയ ടൈം ഫ്രെയിമിൽ പരിശോധിച്ച ഏതൊരാൾക്കും പെട്ടെന്ന് തന്നെ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ടാർഗറ്റ് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ തരത്തിൽ ട്രേഡ് ചെയ്ത ഒട്ടനവധി പേർ എനിക്ക് നല്ല പിയാൻഡലുകൾ അയച്ചു തന്നിരുന്നു. എന്നാൽ ഞാൻ സ്ഥിരമായി പോസ്റ്റ് ചെയ്യുന്ന ചിലരുടെ മാത്രം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിന്ന് മാർക്കറ്റിൽ ഉണ്ടായിരുന്നില്ല. ക്രിസ്മസും ന്യൂ ഇയറും പ്രമാണിച്ച് കുറച്ച് ദിവസത്തേന് ചെറിയ ട്രിപ്പ് പ്ലാൻ ചെയ്തുകൊണ്ട് കുടുംബസമേതം യാത്രയിലായിരുന്നുകൊണ്ട് എനിക്ക് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അല്ലെങ്കിലും ഞാൻ അത്തരത്തിൽ എൻ്റെ ദിനചര്യ ഒന്ന് മാറ്റി വെച്ചിരിക്കുകയാണ്. എന്നാൽ ഇത്രയും കാലം ഈ മാർക്കറ്റ് കാണുകയും ട്രേഡ് ചെയ്യുകയും ചെയ്തുകൊണ്ട് ഒരു ദിവസം പോലും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് കാണാതിരിക്കുക എന്ന് പറയുന്നത് എന്തോ ഒരു വലിയ നഷ്ടമാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് മൊബൈലിൽ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ യാത്രയിൽ കാണുന്നുണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ ഞാൻ ട്രേഡ് ചെയ്തിരുന്നില്ല. എന്നാൽ എനിക്ക് പലരും അവരുടെ പിയാൻഡലുകൾ അയച്ചു തരാറുണ്ടായിരുന്നു. അപൂർവം ചിലരുടെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. അത്തരത്തിൽ ട്രേഡ് ചെയ്ത ആർക്കും, ചെറിയ ടൈം ഫ്രെയിം ഉപയോഗിച്ച് ട്രേഡ് ചെയ്ത ആർക്കും രാവിലെ തന്നെ നല്ലൊരു പ്രോഫിറ്റിനുള്ള ചാൻസ് കിട്ടി. എന്നാൽ നമ്മൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ലഭിച്ചതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമുകൾ അപ്വേർഡ് ഡയറക്ഷൻ തരികയാണെങ്കിൽ എന്നായിരുന്നു. എന്നാൽ ഗ്യാപ്പ് അപ്പാണ് നൽകിയത്. ഉടൻ തന്നെ പ്രൈസ് മൂവ് ചെയ്യുകയും ചെയ്തിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ആദ്യത്തെ ടാർഗറ്റിൻ്റെ മുകളിൽ, അതായത് 23,870 മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ മാത്രം വീണ്ടും കിട്ടുന്ന ഒരു ഡിക്ലൈൻ, ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ എന്നതായിരുന്നു നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ. എന്നാൽ ഗ്യാപ്പ് അപ്പ് ലഭിച്ചു. വളരെ പെട്ടെന്ന് തന്നെ അപ്വേർഡ് മൂവ് ചെയ്തു. എന്നാൽ നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്ന ലെവല് അതൊരു റെസിസ്റ്റൻസ് ആണ്. അതിന് മുകളിൽ കയറിയില്ല. ചെറിയ ടൈം ഫ്രെയിം പരിശോധിക്കുമ്പോൾ നമുക്ക് വീണ്ടും കാണാൻ കഴിയും ഈ ഏരിയയിൽ നിന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നു എന്ന്. അത് തിരിച്ചറിഞ്ഞ് ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ, അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കൊടുത്ത ഏതൊരാൾക്കും ഒരു നല്ല ട്രേഡ് ചെയ്യാൻ സാധിച്ചിരുന്നു. അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അത് ബ്രേക്ക് ചെയ്തു. നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന സപ്പോർട്ടിലേക്ക് വളരെ വ്യക്തമായ ഒരു ട്രേഡ്, അതും വളരെയധികം പേർ ചെയ്തിരുന്നു. എന്നാൽ തുടർന്നുള്ള സമയങ്ങളിൽ കൺസോൾട്ടേഷൻ ആയിരുന്നു. എന്നാൽ വ്യക്തമായി ചാർട്ട് അനലൈസ് ചെയ്യാൻ അറിയുന്നവർക്ക് ഈ ഏരിയകളിൽ നിന്ന് ചെറിയ ചെറിയ പ്രോഫിറ്റിൻ്റെ കോൾ ഓപ്ഷനും കൃത്യമായും ഈ ലെവലിൽ നിന്ന് തന്നെ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തും പ്രോഫിറ്റ് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും കാര്യം ബോറിംഗ് ആയിരുന്നു പിന്നീടുള്ള മൂവ്മെൻ്റ് എങ്കിൽ പോലും വളരെ ശ്രദ്ധാപൂർവം ട്രേഡ് ചെയ്തവർക്കെല്ലാം ചെറിയ പ്രോഫിറ്റുകൾ നേടാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ലഭിച്ചതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻ പാറ്റേൺ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ, അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാമെന്നും ആദ്യമായി ലഭിക്കേണ്ട ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് ക്ലോസിംഗ് ആണ്. 5 മിനിറ്റ് ഓർ 15 മിനിറ്റിൻ്റെ ക്ലോസിംഗ് ആണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ കൃത്യം ആ ലെവൽ ചെറിയ പോയിന്റുകൾക്ക് മാത്രം വ്യത്യാസത്തിൽ ടെസ്റ്റ് ചെയ്ത് അത്രയും വരെ പ്രൈസ് ഇറങ്ങി വന്നു. ഉടനെ തന്നെ അവിടെ ബൈയിങ് ആണ് ഉണ്ടായത്. അപ്പോൾ തന്നെ പ്രൈസ് അപ്വേർഡ് പോവുകയും ചെയ്തു. തുടർന്ന് ആ ഏരിയയിൽ തന്നെ പ്രൈസ് ക്ലോസ് ആവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്രിസ്മസിന് ശേഷം വന്ന ദിവസം ചെറിയ മൂവ്മെൻറ്റുകളെ കിട്ടിയിട്ടില്ലെങ്കിലും സാമാന്യം നല്ല ട്രേഡുകൾ ചെയ്യാൻ സാധിച്ചവരുണ്ട്. എന്നാൽ കൺസോൾട്ടേഷൻ എന്ന് കണ്ട് മാറി നിന്നവരുമുണ്ട്. അപ്പോൾ ഇത്രയും ലെവലുകളെ ഇത്രയും മാത്രം ഇന്ന് നമ്മളുടെ ഹൈ ലോ പരിശോധിച്ചാൽ നമുക്കറിയാം നിഫ്റ്റി തന്നിരിക്കുന്നത് ഒരു 195 പോയിൻ്റ് ഓൾമോസ്റ്റ് മൂവ്മെൻ്റ് ആണ് ഏകദേശം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനിടയിൽ നിന്നും അത് വളരെ പെട്ടെന്നുള്ള ക്വിക്ക് മൂവ്മെൻറ്റുകളായിരുന്നുണ്ട്. അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയവർക്ക് പ്രോഫിറ്റ് ലഭിച്ചു. മറ്റുള്ളവർ മാർക്കറ്റിൽ നിന്ന് മാറി നിന്നു എന്ന് വേണം കരുതാൻ. അപ്പോൾ ഈ ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തി നാളെ നമ്മുടെ ട്രേഡിംഗ് ലെവൽ എന്താണ് എന്ന് പരിശോധിച്ച് നോക്കാം. നമുക്കറിയാം പോയ 2-3 ദിവസങ്ങളായിട്ട് മാർക്കറ്റ് കൃത്യമായ ഒരു റേഞ്ചിൽ മാത്രമാണ് മൂവ് ചെയ്യുന്നത്. അതായത് ഒരു റേഞ്ചിൽ കൺസോൾട്ടേഷനാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ലെവലുകൾ ജസ്റ്റ് മാറി ഒന്ന് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ചേർക്കുക എന്നല്ലാതെ പ്രത്യേകിച്ച് പുതിയ ഒരു ട്രെൻഡുകളില്ലാത്തതുകൊണ്ട് കാര്യമായ വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ നമ്മളുടെ ട്രേഡിംഗ് പ്ലാനിനകത്തും വരുത്താനില്ല.
അതുകൊണ്ട് തന്നെ ഇന്നത്തേക്ക് നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള ഞാൻ ചെയ്തിട്ടുള്ള എൻ്റെ ട്രേഡിംഗ് പ്ലാൻ ഇങ്ങനെയാണ്. 23,758 ആദ്യമേ ലഭിക്കാവുന്ന ഒരു സപ്പോർട്ട് ലെവലായി കണക്കാക്കാൻ കഴിയും. അതുപോലെ തന്നെ 23,934 എന്നത് ആദ്യമേ ലഭിക്കാവുന്ന ഒരു പ്രധാന ആദ്യത്തെ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ലെവലായും കണക്കാക്കാമെന്നാണ് കരുതിയിട്ടുള്ളത്. അതിനിടയിൽ ഇന്നത്തെ ഉയരം രേഖപ്പെടുത്തിയിട്ടുണ്ട് 23,856 എന്ന ലെവൽ. അത് ഒരു മൈനർ റെസിസ്റ്റൻസ് ആണ്. അതുപോലെ തന്നെ ഈ ലെവൽ ഒരു മൈനർ സപ്പോർട്ട് 23,717. അതുപോലെ തന്നെ ഈ ലെവൽ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയ ഈ ലെവൽ, അതിനൊന്നും ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ബാക്കിയുള്ള ലെവലുകളെല്ലാം കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ രേഖപ്പെടുത്തിയ ലെവലുകൾ തന്നെയാണ്. അപ്പോൾ ഇവിടെ നാളെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം. അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ ഏതോ അത് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. ഈ ലെവലിന് മുകളിൽ ഇന്നത്തെ ഉയരത്തിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്തിട്ടില്ല ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണ് എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സിലോ സ്ട്രിക്റ്റായ സ്റ്റോപ്പ് ലോസ് പോയിന്റായി കണക്കാക്കാം. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ തുടർന്ന് മുകളിൽ രേഖപ്പെടുത്തിയ ടാർഗറ്റുകൾ ലഭിക്കാം എന്നാണ് കരുതുന്നത്. ഈ മുകളിലോട്ടുള്ള ടാർഗറ്റ് ലെവലെല്ലാം കഴിഞ്ഞ ദിവസവും വീഡിയോയിൽ പറഞ്ഞത് തന്നെയാണ്. താല്പര്യമുള്ളവർ, അത് കണ്ടിട്ടില്ലാത്തവർ താല്പര്യമുണ്ടെങ്കിൽ അവ കണ്ട് വീഡിയോകൾ കണ്ട് ആ ലെവലുകൾ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്നാൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷനാണ് നൽകുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ അത് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവൽ 23,647 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യുന്നില്ല എങ്കിൽ വീണ്ടും സെല്ലിംഗ് ഡയറക്ഷൻ തന്നെയാണ് ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ നൽകുന്നതെങ്കിൽ നമുക്ക് പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റായ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് വീണ്ടും 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണ് എങ്കിൽ പ്രൈസ് അല്പം വീക്കായേക്കാമെന്ന് കണക്കാക്കാം. അങ്ങനെയാണെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് 23,586, 537 എന്നിങ്ങനെയുള്ള ലെവലുകൾ. ബാങ്ക് നിഫ്റ്റിയിൽ 51,195 എന്ന ലെവൽ 91 എന്ന ലെവലാണ് ആദ്യമേ ലഭിക്കാവുന്ന ഒരു പ്രധാന സപ്പോർട്ടായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ പ്രധാന റെസിസ്റ്റൻസായി കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയ ലെവലുകൾ തന്നെയാണ്. ആകെ ഞാൻ ചെറിയ ഒരു മാറ്റം മാത്രമാണ് എൻ്റെ ട്രേഡിംഗ് പ്ലാനിൽ വരുത്തിയിട്ടുള്ളത്. ഇന്നത്തെ ഡേയ്സ് ലോ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 51,105 മറ്റൊരു മൈനർ സപ്പോർട്ടായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ 50,771 ആണ് തുടർന്ന് ലഭിക്കാവുന്ന ഒരു മേജർ അല്പം സ്ട്രോങ് ആയ സപ്പോർട്ടായി കണക്കാക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നുവെന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാവുന്നതാണ്. പ്രതീക്ഷിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലാണ്. അതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ അപ്പോൾ സ്ട്രിക്റ്റായ സ്റ്റോപ്പ് ലോസ് ആയിരിക്കും. പ്രതീക്ഷിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് അപ്പോഴത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് പ്രൈസ് ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും പ്രൈസ് അപ്പോഴ് സഞ്ചരിച്ചേക്കാം. അങ്ങനെയെങ്കിൽ ഗ്രാജ്വലി ഈ ലെവലുകൾ ടെസ്റ്റ് ചെയ്തേക്കാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്. പ്രതീക്ഷിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ 50,950 താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നതാണ്. ആ തരത്തിൽ ഒരു ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ബോധ്യപ്പെടുകയും ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയുന്നതാണ്. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റായ സ്റ്റോപ്പ് ലോസ് പോയിന്റ്. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആകുന്നുവെങ്കിൽ പ്രൈസ് അല്പം കൂടെ വീക്കായേക്കാം എന്നാണ് കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് താഴെ രേഖപ്പെടുത്തിയവ. നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. 78,374 എന്ന ലെവലാണ് സെൻസെക്സിൽ ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന സപ്പോർട്ടായി ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിന് തൊട്ട് താഴെ മൈനർ സപ്പോർട്ടായി ഇന്നത്തെ ഡേയ്സ് ലോ 78,170 എന്ന ലെവലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ 79,204 ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന റെസിസ്റ്റൻസായി ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മൈനർ റെസിസ്റ്റൻസായി 79,023 എന്ന ലെവൽ
അതുപോലെ 78,811 എന്നീ ലെവലുകൾ കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ ഏതോ അതൊരു സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ട ടാർഗറ്റ് 78,811 എന്ന ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അത്തരത്തിലൊരു മൂവ്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ, ഒരു ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റായ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ തുടർന്ന് ഈ ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്നതാണ് പ്രതീക്ഷ. എന്നാൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേൺ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഇന്നത്തെ ലോയ്ക്ക് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക, അതായത് 78,170 എന്ന ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിക്കുന്ന പക്ഷം വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻ പാറ്റേണിൽ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ്. എന്നാൽ അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുന്ന വർഷം തുടർന്ന് പ്രൈസ് അല്പം കൂടെ വീക്കായേക്കാം. അങ്ങനെയാണ് കണക്കാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ 77,870 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആയാൽ പ്രൈസ് അല്പം സ്ട്രോങ് ആയി ഡൗൺ സൈഡിലേക്ക് മൂവ് ചെയ്തേക്കാം എന്നാണ് ഞാൻ കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഈ ലെവലുകൾ. നിങ്ങൾക്ക് ലെവലുകൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. അപ്പോൾ ഇത്രയുമാണ് 3 ഇൻഡെക്സുകളുടെയും നമ്മുടെ നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള ട്രേഡിംഗ് പ്ലാൻ. നിങ്ങൾക്കറിയാം, ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല. എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ ട്രേഡിംഗ് ആവശ്യത്തിലേക്കായി തയ്യാറാക്കുന്ന വീഡിയോയാണ് അല്ലെങ്കിൽ ലെവലുകളാണ്. നിങ്ങൾക്കും ഉപകാരപ്പെടുന്നുവെങ്കിൽ സന്തോഷം. എന്നാൽ പൂർണ്ണമായും റിസ്ക് നിങ്ങളുടേതാണ്. ഞാൻ ഒരു കാരണവശാലും ആരെയും ഇത് ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾക്കിത് ഗുണകരമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കളായ ട്രേഡേഴ്സിനും നമ്മളുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. നമ്മളുടെ ഒരു പബ്ലിക് ചാനൽ, ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ എല്ലാ ദിവസവും തന്നെ പിൻ ചെയ്ത് വെക്കാറുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിലെൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഞാനുമായി കോൺടാക്റ്റ് ചെയ്യണം എന്നാഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും അതിലൂടെ വാട്സപ്പ് വോയിസ് മെസ്സേജ് അയച്ചുകൊണ്ട് ഞാനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നാളെയും ഒരു നല്ല ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന മൂവ്മെൻറ്റ് എല്ലാ ഇൻഡെക്സിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക്